ആരോട് കടപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഒരേ ഒരു പേരേ ഉള്ളൂ കേരളത്തിൽ. അത് സഖാവ് പിണറായി വിജയൻ എന്ന ഒരൊറ്റ നാമധേയം മാത്രമാണ്. നമ്മൾക്ക് ആരോടാണ് കടപ്പാടുള്ളത്? അത് ഒരു വ്യക്തിയോടാണ്, ഒരേ ഒരു ഗവൺമെന്റിനോടാണ്. അത് LDF ഗവൺമെന്റ് ആണ്. ഒരേ ഒരു പേരേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ എനിക്ക് പറയാനായിട്ട്. അത് എന്റെ സഹോദരൻ തോമസ് ചാണ്ടി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും അദ്ദേഹത്തോട് ചോദിച്ചാലും ഒരേ ഒരു പേരേ പറയത്തുള്ളൂ. അത് സഖാവ് പിണറായി വിജയൻ എന്നുള്ള ഏക നാമധേയമാണ്. ഇന്നുവരെ നോ പറയാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടെങ്കിൽ അത് എന്റെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ എന്ന് ഒരു തടസ്സവും കൂടാതെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കുട്ടനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു മഹാസംഭവം നടക്കുന്നത്. കുട്ടനാടിന് കഴിഞ്ഞ 10 വർഷമായിട്ട് ചേർത്ത് പിടിച്ച സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ്, നമുക്കറിയാം, ഒരു കാലത്ത് നമ്മൾ തഴയപ്പെട്ടവരായിരുന്നെങ്കിലും ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള സ്ഥാനമുള്ളത് കുട്ടനാടിന് തന്നെയാണ്. ഇന്നിവിടെ നടക്കുന്ന ഉദ്ഘാടനം നമുക്കറിയാം 6 പ്രത്യേക പദ്ധതിയാണ്. അത് 2 ശരിക്കും അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. AC റോഡും പടകാരം പാലവും. മറ്റേ 4 സ്വപ്നതുല്യ പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കുട്ടനാട് കുടിവെള്ള പദ്ധതിയാണ്. അത് 615 കോടി രൂപ 3 സെക്ടറായിട്ട് ഏകദേശം 65% അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം വിയപുരം മുളയ്ക്കാന്തുരുത്തി റോഡാണ്. 132 കോടി രൂപ വിയപുരത്തു നിന്നും മുളയ്ക്കാന്തുരുത്തി വരെ ഏറ്റവും അത്യാധുനികമായ രീതിയിൽ നഷ്ടപ്പെട്ടു പോയ വർക്കാണ്. അത് സഖാവ് പിണറായി വിജയന്റെ പ്രത്യേക സ്നേഹവും വാത്സല്യം കൊണ്ടും മാത്രം അത് തിരിച്ചു കൊണ്ടുവന്ന് നമുക്കത് സാധിച്ചെടുക്കുവാൻ സാധിച്ചത്. നമ്മളെ സംബന്ധിച്ച് ആരോട് കടപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഒരേ ഒരു പേരേ ഉള്ളൂ കേരളത്തിൽ. അത് സഖാവ് പിണറായി വിജയൻ എന്ന ഒരൊറ്റ നാമധേയം മാത്രമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. പ്രിയപ്പെട്ടവരെ, അതുപോലെ കാവാലം പാലം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വപ്ന തുല്യമായ ഒരു പാലമാണ്. നടക്കത്തില്ല എന്നെല്ലാവരും വിധി എഴുതിയ പാലമാണ്. എന്നാൽ ഇന്ന് ടെൻഡർ ചെയ്ത് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം അതിനെ മുഖ്യമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ കോൺട്രാക്ടർ പറഞ്ഞ് 1 വർഷത്തിനകം കാവാലം പാലം അവർ സാക്ഷാത്കരിച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പുളുങ്ങുന്നു താലൂക്ക് ആശുപത്രി, പല ഗോസിപ്പുകളും നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ടെൻഡർ ചെയ്തിരിക്കുകയാണ്. 16-ാം തീയതി ഒരു ദിവസമുണ്ടെങ്കിൽ അതിന്റെ കോൺട്രാക്ട് ആരാണ്? അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഒന്നുകിൽ ആരാധനായ മുഖ്യമന്ത്രി ഓൺലൈനിൽ ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം അത് ഇവിടെ നേരിട്ട് വന്ന് ചെയ്യാനായിട്ട് പ്രിയങ്കരിയായ വീണ ജോർജിനെ പരമേൽപ്പിക്കും. ഒരു സംശയവും വേണ്ട, അതിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടക്കാൻ പോകുകയാണ്. അങ്ങനെ സ്വപ്ന തുല്യമായ പദ്ധതി. AC റോഡ് നമുക്കറിയാം. AC റോഡ് 752 കോടി രൂപ മുടക്കിക്കൊണ്ട് 24 കിലോമീറ്റർ പ്രിയങ്കരനായ H. സലാം, തോമസ് K. തോമസ്, ശ്രീ ജോബ് മൈക്കിൾ 3 പേരുടെയും ദേശത്തൂടെ കടന്നു പോകുന്ന ഈ റോഡാണ് 24 കിലോമീറ്റർ. 5 വലിയ പാലങ്ങൾ നമുക്കറിയാം. 6 കൽവേട്ടുകൾ, 68 കൽവേട്ടുകൾ, 6 ഹൈവേകൾ, ഇങ്ങനെ ഉള്ള പ്രത്യേക സംവിധാനം ഒരുക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുകയാണ്. 752 പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഔദ്യോഗികമായിട്ട് നടക്കുന്നത്. അതുപോലെ പടകാരം പാലം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഡബിൾ ഡെക്കർ പാലം. ഇതുവരെയും കേരളത്തിൽ ഇങ്ങനെ ഒരു പാലം കണ്ടിട്ടില്ല. ആരാധ്യനായ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പാലം, പ്രിയപ്പെട്ടവരെ, അത് താഴെ കൂടെ അതിന്റെ നടപ്പാതയും മേളിൽ കൂടെ വണ്ടി യാത്ര ചെയ്യാനുള്ള സംവിധാനവും ഏറ്റവും നല്ല രീതിയിൽ ടൂറിസത്തിന് ഏറ്റവും പ്രത്യേകതയാകുന്ന രീതിയിലാണ് ഈ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. കൂടുതലായിട്ട് മറ്റുള്ള വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളോട് കുട്ടനാട്ടുകാരോട് പറയേണ്ട കാര്യമില്ല. നമ്മൾക്ക് ആരോടാണ് കടപ്പാടുള്ളത്? അത് ഒരു വ്യക്തിയോടാണ്, ഒരേ ഒരു ഗവൺമെന്റിനോടാണ്. അത് LDF ഗവൺമെന്റ് ആണ്. അത് നമ്മുടെ സഖാവ് പിണറായി വിജയൻ എന്നുള്ള ഏക വ്യക്തിത്വമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ്
PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയാണ്. ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ സഹോദരനായ കുട്ടനാടിനോട് ഏറ്റവും സ്നേഹമുള്ള, നമ്മളെ ഏറ്റവും ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ മുഹമ്മദ് റിയാസിനെ ഈ വേദിയിൽ ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പകരം വെക്കാനില്ലാത്തൊരു പേര്. ഞാൻ നിയമസഭയിൽ എപ്പം പ്രസംഗിച്ചാൽ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്ത് പറയും. ഒരേ ഒരു പേരേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനായിട്ട്. അതെൻ്റെ സഹോദരൻ തോമസ് ചാണ്ടി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും അദ്ദേഹത്തോട് ചോദിച്ചാലും ഒരേ ഒരു പേരേ പറയത്തുള്ളൂ. അത് സഖാവ് പിണറായി വിജയൻ എന്നുള്ള ഏക നാമധേയമാണ്. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇന്ന് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിൽ കടന്നു വന്നിരിക്കുകയാണ്. ഏത് രീതിയിലാണ് ഇതിനെ അഭിസംബോധന ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്താവശ്യം പറഞ്ഞാലും, എന്താവശ്യത്തിന് ചെന്നാലും ഇന്നുവരെ നോ പറയാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടെങ്കിൽ അതെന്റെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ എന്ന് ഒരു തടസ്സവും കൂടാതെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കുട്ടനാടിനെ ചേർത്ത് പിടിച്ചു. എന്തെല്ലാം വർക്കുകളാണ്! 3800 കോടി രൂപയുടെ വർക്കുകൾ കുട്ടനാടിന് തന്ന ചരിത്രമുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയന്റെ കാലഘട്ടങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഏത് രീതിയിൽ അദ്ദേഹത്തെ സംബോധന ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഹൃദയത്തിന്റെ ഭാഷയിൽ ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തെ എനിക്ക് പരാമർശിക്കാനായിട്ടുള്ളത്, കുട്ടനാടിന്റെ ഹൃദയത്തുടിപ്പറിയുന്ന, കുട്ടനാടിന്റെ മക്കളെ ചേർത്ത് പിടിക്കുന്ന, കുട്ടനാടിന്റെ വേദന അറിയുന്ന, കുട്ടനാടിന്റെ പ്രയാസം അറിയുന്ന, കർഷകന്റെ വിഷമം അറിയുന്ന ഈ മുഖ്യമന്ത്രിയെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ സജി ചെറിയാൻ, ഫിഷറീസ് വകുപ്പ് മന്ത്രി, എൻ്റെ സഹോദരനാണ് അദ്ദേഹം. അതുകൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഏത് രീതിയിലാണ് പറയുന്നത്, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ അമ്മ വീടും സജിയുടെ അമ്മ വീടും സജിയുടെ വീടും തൊട്ട് അടുത്താണ്. വളരെ കൊച്ചിലെ മുതൽ എനിക്കറിയാവുന്ന വ്യക്തിത്വമാണ് ശ്രീ സജി ചെറിയാൻ. അദ്ദേഹം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. എന്താവശ്യത്തിന് എന്നാലും ഇന്നുവരെയും നോ പറയാത്ത ഒരു മന്ത്രിയാണ് സജി ചെറിയാൻ. സാറിന് എല്ലാ മന്ത്രിമാരോടും 5 റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ 4 റോഡെന്ന് പറയും. സജിയോട് 5 റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചായ 10 റോഡ് എഴുതാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കുട്ടനാടിനെ ചേർത്ത് പിടിക്കുന്ന അതന്നെയായ സജി ചെറിയാന് ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യാം. റോഷി അഗസ്റ്റിൻ, ഇതിന് പകരം വെക്കാൻ വേറെ പേരുമില്ല. കുട്ടനാടിന്റെ കുടിവെള്ള പദ്ധതിയുടെ സാക്ഷീകരണത്തിനായിട്ട് സാധ്യതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മീറ്റിംഗ് കൂടുകയും അതിലെനിക്ക് നിർദ്ദേശം തരികയും 615 കോടി രൂപ 3 സെക്ടറായിട്ട് കുട്ടനാടിന് വേണ്ടി തരുവാൻ ആദരണീയനായ മുഖ്യമന്ത്രിയെ നേരിട്ടും അല്ലാതെയും കണ്ട് മീറ്റിംഗ് കൂടിയ ഏറ്റവും പ്രിയങ്കരനായ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. പ്രിയങ്കരനായ റോഷി അഗസ്റ്റിൻ, കുട്ടനാടിന് ഒരു കാലത്തും സാർ ഞങ്ങൾ വെള്ളം കുടിക്കുന്നിടത്തോളം കാലം അങ്ങേ ഒരു കാലത്തും ഞങ്ങൾ മറന്നുപോകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് ഹാർദവുമായിട്ട് റോഷി അഗസ്റ്റിനെ ഞാൻ സ്വാഗതം ചെയ്യാം. ഞങ്ങളുടെ പ്രിയങ്കരായ MLA-മാർ ശ്രീ ജോബ് മൈക്കിൾ, ശ്രീ H. സലാം, ശ്രീ U. പ്രതിഭ, ശ്രീ ചിത്തരഞ്ജൻ, അതുപോലെ ദലീമ വരേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അവിടെയും പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനമുണ്ട്. അതുകൊണ്ടാണ് മാഡം വന്നിരിക്കുന്നത്. ശ്രീ MS. അരുൺകുമാർ, മറ്റ് വേദിയിൽ മറ്റ് ആൾക്കാരൊക്കെ വരേണ്ടതാണ്, അവരാരും വന്നിട്ടില്ല. മറ്റ് പ്രിയങ്കരനായ കളക്ടർ, അതുപോലെ ഉദ്യോഗസ്ഥർ, മറ്റ് വേദിയിലിരിക്കുന്ന ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ വേദിയിലുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജയ് കേരള, ജയ്. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1300ഓളം കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. AC റോഡ്, അതിൻ്റെ വിശദമായ കാര്യങ്ങളും ബഹുമാനപ്പെട്ട MLA ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് കൂടുതൽ ആവർത്തിക്കുന്നില്ല. NH-66-നെ MC റോഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പദ്ധതി കൂടിയാണിത്. കുട്ടനാടിൻ്റെ ജീവനാഡിയാണോ
ഈ പദ്ധതി. വെള്ളപ്പൊക്ക ഘട്ടത്തിലും മറ്റും പ്രയാസം അനുഭവിച്ച ജനതയുടെ സ്വപ്നമാണ് ഈ പദ്ധതി. 2016 ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാരിന്റെ ദീർഘവീക്ഷണവും കഠിന ശ്രമവുമാണ് ഇങ്ങനെയൊരു പദ്ധതി വരുന്നതിന് കാരണമായത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ G. സുധാകരനും ഉൾപ്പെടെ ഉള്ള ആ മന്ത്രിസഭ ഇത്തരത്തിലൊരു സുപ്രധാനമായ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. മെയ് 20, 2021 ഈ ഗവൺമെന്റ് വീണ്ടും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഈ പദ്ധതിയുടെ പരിശോധനകൾ നടത്തണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. എല്ലാ മാസവും പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രത്യേക സംവിധാനങ്ങളുടെ പട്ടികയിൽ ഈ പദ്ധതി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനകൾ, റിവ്യൂ നടന്നിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങളൊരു ടീം നേരിട്ട് ഫീൽഡിൽ വന്ന് ഈ പദ്ധതി പൊതുവെ പരിശോധിച്ചിരുന്നു. ഇങ്ങനെ നാട് ഏറെ ആഗ്രഹിച്ച കുട്ടനാടിന്റെ സമസ്ത മേഖലകളിലും വലിയ കുതിപ്പിന് കാരണമാകുന്ന ഒരു പദ്ധതിയാണ് AC റോഡ് എന്നുള്ളത് നമുക്കറിയാം. പടഹാര പാലം ഒരു നാട് പ്രതീക്ഷിച്ചൊരു പദ്ധതി. പാലം പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു നാടിന് ഉത്സവമാണ്, ദീർഘകാലത്തെ സ്വപ്നമാണ്. പാലം വരുന്നതിന് മുമ്പുള്ള നാടും പാലം വന്നതിന് ശേഷമുള്ള നാടും എന്നാണ് പിന്നീട് ചരിത്രം തന്നെ വിലയിരുത്തുന്നത്. 2021 മെയ് 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 5 വർഷം കൊണ്ട് 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. എന്നാൽ ഇന്ന് 5 വർഷം ഈ ഗവൺമെന്റ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ പാലങ്ങളുടെ പദ്ധതിക്ക് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എല്ലാ നിലയിലുമുള്ള റിവ്യൂയും പരിശോധനയും തടസ്സങ്ങളും മാറ്റി ഇടപെട്ടതിന്റെ ഭാഗമായി, കൂട്ടായ ശ്രമങ്ങളുടെ ഭാഗമായി 5 വർഷം കൊണ്ട് 100 പാലം എന്നുള്ളത് 5 വർഷം കൊണ്ട് 200 പാലത്തിലേക്ക് കടക്കാൻ വേണ്ടി കേരളം പോകുന്നു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു. ഇതൊരു മാറ്റമാണ്, വലിയ മാറ്റമാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് നമ്മുടെ നാട് ഒരു 30 കൊല്ലം അപ്പുറത്തേക്ക് കാണേണ്ടിയിരുന്ന പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റമാണ്. ഒരു LDF മാജിക്കാണ് കേരളത്തിൽ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പൊന്മുട്ടിയിടുന്ന താറാവെന്ന് വിശേഷിപ്പിക്കാവുന്ന കിഫ്ബി പല നിലയിലുള്ള അക്രമങ്ങൾ നേരിടുമ്പോൾ കിഫ്ബിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്